ഹലോ ഫ്രണ്ട്സ്, എങ്ങനെ നമുക്ക് പ്രൊഫഷണൽ ഇമെയിൽ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ള ഈ വീഡിയോ സീരീസിൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കറക്റ്റ് സാലുട്ടേഷൻ എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ളതാണ് നമ്മൾ ഈ അധ്യായത്തിലൂടെ പഠിക്കാൻ പോകുന്നത്. എന്താണ് സാലുട്ടേഷൻ? നമ്മൾ ഒരു ഇമെയിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഓപ്പണിങ്ങിലും ക്ലോസിങ്ങിലും നമ്മൾ ചില സാലുട്ടേഷൻസ് ആഡ് ചെയ്യലുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഡിയർ മോഹൻ, ഡിയർ സർ തുടങ്ങിയ ഒരുപാട് സാലുട്ടേഷൻ നമ്മൾ ആഡ് ചെയ്യലുണ്ട്. അതിൻ്റെ ക്ലോസിങ്ങിലാണെങ്കിൽ യുഎസ് ഫെയ്ത്ത്ഫുള്ളി, വിത്ത് റിഗാർഡ്സ്, ബെസ്റ്റ് റിഗാർഡ്സ് തുടങ്ങിയ ഒരുപാട് സാലുട്ടേഷൻ നമ്മൾ ആഡ് ചെയ്യലുണ്ട്. പക്ഷേ എല്ലാ സാലുട്ടേഷനും എല്ലായിടത്തും നമുക്ക് ഒരു പ്രൊഫഷണൽ ഇമെയിലിൽ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇന്ന് ഈ അധ്യായത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു കറക്റ്റ് സാലുട്ടേഷൻ നമ്മൾ എവിടെ എങ്ങനെയൊക്കെ ഉപയോഗിക്കാമെന്നുള്ള ക്ലാസ്സുകളാണ്. ഓക്കെ, നമുക്ക് ആരംഭിക്കാം. നമ്മുടെ റെസിപ്പൻ്റ് നമ്മുടെ കൂട്ടുകാരനാണെങ്കിൽ നമ്മളെപ്പോഴും ബ്രിട്ടീഷ് ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് പ്രകാരം നമ്മൾ ഒരു ഫസ്റ്റ് നെയിം ബേസിസ് നമുക്ക് അവരെ അഭിസംബോധന ചെയ്യാം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഡിയർ ശരത്, എൻ്റെ കൂട്ടുകാരനാണ് ശരത്. അപ്പോൾ ഞാൻ ശരത്തിനെ ഒരു ഫ്രണ്ട് എന്ന നിലയിൽ ഞാൻ അദ്ദേഹത്തെ സാലുട്ടേഷനായിട്ട് ഉപയോഗിക്കുന്നത് ഡിയർ ശരത് എന്നാണ്. അവിടെ നമുക്ക് ഇമെയിലിൻ്റെ ലാസ്റ്റിൽ ബെസ്റ്റ് വിഷസ്, കൈൻഡ് റിഗാർഡ്സ് തുടങ്ങിയ വാക്കുകൾ നമുക്ക് ഉപയോഗിക്കാം. എന്നാൽ ഇനി നമ്മുടെ റെസിപ്പൻ്റ് ഒരു സെമി ഫോർമൽ ബിസിനസ് റിലേഷൻഷിപ്പാണ്. അദ്ദേഹവുമായി ഒരു ഫ്രണ്ട്ഷിപ്പാണ് നമുക്കുള്ളത്. എന്നാൽ ഒരു ബിസിനസ് റിലേറ്റഡ് ആയ ഒരു ഫ്രണ്ട്ഷിപ്പാണ് അദ്ദേഹത്തോട് ഉള്ളതെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട വാക്കുകൾ ഡിയർ മിസ്റ്റർ ബ്രൗൺ, ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം, യുവേഴ്സ് സിൻസിയർലി എന്നുള്ള വാക്കുകളാണ് ഏറ്റവും അനുയോജ്യമായത്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. ഇനി ഫോർമൽ ലെറ്റേഴ്സ് where the name of the leader is unknown. ഇനി ഒരു ഫോർമൽ ലെറ്ററിൽ നമ്മൾ അയക്കുന്ന വ്യക്തിയെ നമുക്ക് അറിയില്ല. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ കമ്പനിയിലേക്ക് ഒരു ജോബ് വേക്കൻസിക്ക് വേണ്ടി അവിടെ HR ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇമെയിൽ അയക്കുകയാണെങ്കിൽ നമ്മുടെ റെസിപ്പൻ്റ് ആരാണെന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ അവിടെ HR ഡിപ്പാർട്ട്മെൻറ്റിൽ സ്ത്രീ ആയിരിക്കാം, അല്ലെങ്കിൽ പുരുഷനായിരിക്കാം. ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഡിയർ സർ, ഡിയർ മാഡം, ഇവ രണ്ടും നമുക്ക് ചേർത്ത് ഉപയോഗിക്കാം. ഓക്കെ, എൻഡിങ് സാലുട്ടേഷൻ നമ്മൾ ഉപയോഗിക്കേണ്ടത് യുഎസ് ഫെയ്ത്ത്ഫുള്ളി എന്നായിരിക്കണം. അതാണ് അതിൻ്റെ കറക്റ്റ് സ്റ്റാൻഡേർഡൈസേഷൻ. പ്രത്യേകം ശ്രദ്ധിക്കുക, പല ആളുകളും ബെസ്റ്റ് റിഗാർഡ്സ് എന്ന് എഴുതാറുണ്ട്. എന്നാൽ എല്ലായിടത്തും നമുക്ക് ആ വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല. ഒരു ഇമെയിലിൻ്റെ സ്റ്റാൻഡേർഡൈസേഷൻ കറക്റ്റ് ആവുകയില്ല. അപ്പോൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി അടുത്തൊരു അധ്യായവുമായി നമുക്ക് വീണ്ടും കാണാം. സേ ബൈ.